ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞങ്ങൾ ഇന്നൊരു കുഞ്ഞ് ഷോപ്പിങ്ങുമായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കേതിൻ്റെ ബർത്ത്ഡേ വരുവാണ്. അപ്പോൾ അതിന് വേണ്ടി കേതിന് കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ നേരെ വന്നിരിക്കുന്ന ഫിനിക്സ് മാളിലെ ഷോ ഓഫിലേക്കാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് ഇതിന് ഫ്രണ്ടിൽ തന്നെ എന്തൊക്കെയോ ഡിസ്കൗണ്ടും അതേണക്കെ എന്തൊക്കെയോ സെയിലൊക്കെ നടക്കുന്നതായിരുന്നു നമ്മൾ അറിഞ്ഞത്. എന്താണെങ്കിലും വന്ന ദിവസം അടിപൊളിയായി. നോർമൽ ഡേയ്സിൽ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് ലോട്ടിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആണ്. എന്തൊക്കെയോ ഡിസ്കൗണ്ടോ ഓഫറോ ഒക്കെ നടക്കുന്ന കാരണം പിന്നെ പറയാൻ വന്നതാ നമ്മളെ പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ അകത്ത് കയറിയിടുക. അതേ കണ്ടില്ലേ, നമ്മളിത് എക്സിറ്റ് വഴി വെളിയിലേക്ക് ഇറക്കി വിടുകയാണ് കേട്ടോ. ഇവിടെ വേറെ പുറയിൽ എവിടെയോ പാർക്കിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ പുറകെ അങ്ങ് ഞങ്ങൾ വെച്ച് പിടിച്ചു. ഇവിടെ ഒരുപാട് സെക്യൂരിറ്റികൾ ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്ന കാരണം നമുക്ക് അത്ര കൺഫ്യൂഷനൊന്നും ഇല്ല. എന്താണെങ്കിലും എന്താ നമ്മൾ എങ്ങോട്ടാണെന്ന് അറിയാതെ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മൾ പാർക്കിങ്ങിലോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതുപോലെ വിശാലമായി കിടക്കുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഇന്നത്തെ പാർക്കിംഗ് എന്ന് പറയുന്നത്. വിശാലമായ പാർക്കിംഗ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, പൈസ നമ്മൾ അവിടെ അകത്ത് കൊടുക്കുന്നതൊക്കെ തന്നെ കൊടുക്കുകയും വേണം. എന്താണെങ്കിലും സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് എന്നൊക്കെ എഴുതിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അകത്തേക്ക് ബോയ്സിന്റെ അമ്മമാർക്കുള്ള സ്ഥിരം ഒരു കംപ്ലൈന്റ് ആണല്ലേ, ഇവരെ ഒന്ന് സ്റ്റൈലിഷ് ആയിട്ട് ഇങ്ങനെ നടത്തുക, ഇവർക്ക് നല്ല മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു കടയിൽ ചെന്നാൽ പോലും നല്ല കളക്ഷൻസ് ഒന്നും ഇല്ലല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കംപ്ലൈന്റ് എനിക്കും ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുന്നേ വരെ. എൻ്റെ ഒരു കസിനുണ്ട്, ആളെനിക്ക് നല്ലൊരു കൊട്ട് തന്നതോടുകൂടി ആ കംപ്ലൈന്റ് അങ്ങ് മാറി കിട്ടി. ആള് പറഞ്ഞത് നിങ്ങളുടെ അമ്മമാർക്ക് ബോയ്സിന് നല്ല രീതിയിൽ ഒരുക്കി നടത്താൻ അറിയാൻ മേലാഞ്ഞിട്ട്, അവരുടെ സ്റ്റൈലൊന്നും നിങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണ്, നിങ്ങൾ ഗേൾസിൻ്റെ സ്റ്റൈലല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ, അതുകൊണ്ടാണെന്ന്. അങ്ങനെ ഞാൻ തപ്പി കണ്ടുപിടിച്ചൊരു കടയാണ് കേട്ടോ ഈ ഒരു ഷോപ്പ്. കേതിൻ്റെ 1 വയസ്സ് പിറന്നാളിന് ശേഷമുള്ള എല്ലാ ഫംഗ്ഷനും ഉള്ള ഡ്രസ്സ് ഞാൻ ഇവിടെ നിന്നാട്ടോ എടുക്കാറുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കളക്ഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരേ കളറിൽ പെയർ ചെയ്യാൻ കിട്ടുന്ന, കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഉള്ള ഡ്രസ്സൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. ഇവിടെ കിഡ്സിന് മാത്രമല്ല നമുക്കുള്ള കളക്ഷനും അടുത്ത സൈഡിൽ തന്നെ ഉണ്ട്. ഈ ഒരു ഡ്രസ്സ് കേതിനുള്ളതാണ് കേട്ടോ. കേതിന് ഓൾറെഡി ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചതായിരുന്നു. എന്താണെങ്കിലും ഒരുപാട് നല്ല കളക്ഷൻസ് നമുക്ക് ഡെയിലി വെയറിനാണെങ്കിലും സ്കൂളൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്നതാണെങ്കിലും നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. കേതിനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ഇവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ. അങ്ങനത്തെ ഞാൻ ഇവിടെ വന്നപ്പോൾ പ്രത്യേകം പറഞ്ഞൊരു കാര്യമായിരുന്നു ഈ ചേട്ടനോട്, ഇവിടെ സ്പൈഡർമാൻ്റെ ടീഷർട്ടുകളോ ഷർട്ടുകളോ ഒന്നും കേതിനെ കാണിക്കരുതെന്ന്. പക്ഷേ ഈ ചേട്ടൻ നല്ല അടിപൊളി ഒരു സ്പൈഡർമാൻ്റെ ടീഷർട്ടും ജീൻസും എടുത്ത് അവനെ കാണിച്ചു കേട്ടോ. സ്പൈഡർമാനെ കിട്ടി അവൻ വെറുതെ വിടുമോ, അവൻ അതും മതി എന്ന് പറഞ്ഞ് നിൽക്കാൻ തുടങ്ങി. ഇത് പുറകിലാണ് സ്പൈഡർമാൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊന്ന് ഒഴിവാക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. എന്താണെങ്കിലും സ്പൈഡർമാൻ്റെ ആ ടീഷർട്ടും എടുക്കേണ്ടി വന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരുപാട് നല്ല കളക്ഷൻസ് ഒക്കെ ഉള്ളൊരു ഷോപ്പാണ്. എന്താണെങ്കിലും മറ്റ് ഷോപ്പുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും എനിക്ക് ആകെ മൊത്തം കൺഫ്യൂഷനാണ്, ഡ്രസ്സ് എടുക്കണോ വേണ്ടേ എന്നുള്ളത്. എന്താണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാലും എനിക്ക് അതേ കൺഫ്യൂഷൻ തന്നെയാണ്. പക്ഷേ എടുക്കണോ വേണ്ടേ എന്നുള്ളതല്ല, ഏത് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാണ്. ഇന്ന് നല്ല മഴയുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് വീട് ചെല്ലാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, എല്ലാവർക്കും ബൈ.